മനസ്സിൻ്റെ നന്മയ്ക്ക് എന്താണ്? ചെവി, കണ്ണ്, നാക്ക്, ചിന്ത. ശരീരത്തിൻ്റെ നന്മ ആഹാരം, ആചാരം. ആഹാരവും ആചാരം. പിന്നെന്താ? കുടുംബത്തിൻ്റെ ബന്ധം. എന്നും നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹമാണ്. അമ്മയുടെ അനുഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. തത്തുല്യമായ അനുഗ്രഹമാണ് പിതാവിൻ്റെ അനുഗ്രഹം. മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. സ്കൂളിലേക്ക് വരുമ്പോൾ അമ്മയുടെ അടുത്ത് ചെന്ന് കൈ തലയിൽ വെച്ച്, അമ്മയുടെ കൈ നിങ്ങളുടെ തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം സ്കൂളിലേക്ക് വരാൻ. ഒരു ഇംഗ്ലീഷ് വരി ഞാൻ നിങ്ങളോട് പറയാം. എവ്രി ബ്ലെസ്സിങ് ചേഞ്ചസ് ദ ബ്രെയിൻ കെമിസ്ട്രി. എവ്രി ബ്ലെസ്സിങ് ചേഞ്ചസ് ദി ബ്രെയിൻ കെമിസ്ട്രി. അറിയപ്പെടുന്ന ശാസ്ത്രമാണത്. മകളെ നീ നന്നായി വരും, മകനെ നീ നന്നായി വരുമെന്ന് അമ്മയും അച്ഛനും പറയുമ്പോൾ ആ വരികളും ആ അനുഗ്രഹവും തലച്ചോറിനകത്ത് ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് 24 തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാവുന്നു തലച്ചോറിനകത്ത്. നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ 24 തരത്തിലുള്ള ക്യുറേറ്റീവ് കെമിക്കൽസ് എന്ന ഹോർമോണുകളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അതേപോലെ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും അമ്മയുടെയും അച്ഛൻ്റെയും കൂട്ടത്തിലിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം. എത്ര കാലം അമ്മയുടെയും അച്ഛൻ്റെയും കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ട് എന്നറിഞ്ഞുകൂടാ. അമ്മ നിങ്ങൾക്ക് ചോറ് വിളമ്പി തരണം എന്ന് നിർബന്ധിക്കണം. അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങിക്കാൻ എത്ര കാലം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ചോറ് വിളമ്പി തരാൻ അമ്മയ്ക്ക് എത്ര കാലം യോഗമുണ്ടെന്ന് അറിഞ്ഞൂടാ. കാരണം ഓരോ നിമിഷവും ഈ റോട്ടിലൂടെയും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആര് ഏത് സമയത്ത് എന്നാണ് മരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. കഴിഞ്ഞ ശനിയാഴ്ച ഈ സമയത്ത് ഞങ്ങൾ ആലപ്പുഴ വഴി തൃശ്ശൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത്, ഈ സിറ്റി തുടങ്ങുന്നതിനപ്പുറത്ത് നല്ല മഴ, ഒരു മഹീന്ദ്ര വണ്ടി എതിരെ വരുന്നുണ്ട്. ശരിക്കും കാണാൻ പറ്റണില്ല. മഹീന്ദ്ര വണ്ടി വരികയും ഒരു പതുക്കെ റോഡ് ക്രോസ് ചെയ്യുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുന്നു. അപ്പം തന്നെ വണ്ടിക്ക് അകത്തിരുന്നുകൊണ്ട് പറഞ്ഞു, ആ കുട്ടി എത്ര പതുക്കെയാണ് പോകുന്നത്, വണ്ടി എന്ത് ഫാസ്റ്റിലാണ് ഹൈവേ വഴിക്ക് വരുന്നത്. അടുത്ത സെക്കൻഡ് ആ കുട്ടിയെ വണ്ടി ഇടിച്ച് ആ കുട്ടി തെറിച്ച് 2-3 കറക്കം കറങ്ങി അപ്പുറത്ത് ചെന്ന് വീഴുകയും 2 പിടച്ചിൽ തീർന്നു. അതായത് ഒരു സെക്കൻഡ് കൊണ്ട് ആ കുട്ടി മരിച്ചു. എന്തുകൊണ്ട് ആ കുട്ടി ഇത്ര സ്ലോയിൽ നാഷണൽ ഹൈവേ ക്രോസ് ചെയ്തു എന്ന് കാണാൻ പോലും സാധിച്ചില്ല. ആരെന്നാ തീരുന്നതെന്ന് അറിഞ്ഞൂടാ. സത്യം അതാണ്. മരണം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാനും അവർ വിളമ്പിത്തരുന്നത് കഴിക്കാനും അവർ നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ സമയം ചെലവഴിക്കാനും അവരുടെ മടിയിൽ തലവെച്ച് കിടക്കാനും അവരുടെ തലോടലേൽക്കാനും അവരുടെ കൈ നിങ്ങളുടെ തലയിൽ വെച്ച് മക്കളെ നിങ്ങൾ നന്നായി വരുമെന്ന് പറയിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് മകൾ എന്ന സ്ഥാനത്ത് നിന്ന് പുത്രി എന്ന സ്ഥാനത്തേക്ക്, മകൻ എന്ന സ്ഥാനത്ത് നിന്ന് പുത്രൻ എന്ന സ്ഥാനത്തേക്ക് നിങ്ങൾ വളരുന്നത്, ഉയരുന്നത്. അപ്പോൾ കുടുംബത്തിലെ അന്തരീക്ഷമാണ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അറിവ് നേടാനും അനുഭവം പകരാനും എൻ്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും സാധിക്കണം. അച്ഛനും അമ്മയും എത്ര കാലം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവർ നിങ്ങളുടെ കൂട്ടത്തിലുള്ളയിടത്തോളം കാലം നിങ്ങൾ സന്തോഷത്തോടു കൂടി ആ കൈകളിൽ സുരക്ഷിതരാണ്. നിങ്ങൾക്ക് ജന്മം നൽകി നിങ്ങളെ വളർത്തി വലുതാക്കി ഇത്രയും ഉയരുന്നത് വളരുന്നത് കണ്ട് ആഹ്ലാദിച്ച ആ മാതാപിതാക്കൾക്ക് നിങ്ങളെ കാണുമ്പോഴുള്ള ആ സന്തോഷം
അതാണ് അവരുടെ ജീവിതത്തെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. കുറേ കഴിഞ്ഞ് നമുക്കറിയാം, നമ്മളുടെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കാറുണ്ട്. നിങ്ങളെ വളർത്തി വലുതാക്കിയ ആ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കി നിങ്ങൾ സുഖമായി ജീവിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദന, ആ വേദന നിങ്ങൾക്ക് ശാപമായിട്ട് എന്നും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ അനുഗ്രഹം മാതാപിതാക്കളുടേതാണ് എന്ന് പറയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ശാപം അതും മാതാപിതാക്കളുടേതാണ്. പക്ഷേ ഓർമ്മിക്കുക, അമ്മയും അച്ഛനും മക്കളെ ശപിക്കാറില്ല. അമ്മയും അച്ഛനും മക്കളെ ശപിക്കാറില്ല. പക്ഷെ അവരുടെ മനസ്സിനകത്ത് കത്തുന്ന ദുഃഖം, ആ ദുഃഖമാണ് മക്കൾക്ക് ശാപമായിട്ട് തീരുന്നത്. അവർക്ക് പ്രായമായി കട്ടിലിൽ കിടന്ന് നടക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് ആശ്രയിക്കാനുള്ളത് അവർ ജന്മം നൽകി വളർത്തി വലുതാക്കിയ മക്കളെ മാത്രമാണ്. മറ്റാരെ ആശ്രയിച്ചാലും വാർദ്ധക്യത്തിൽ ഒരു ഗ്ലാസ് വെള്ളം തരാനോ ഭക്ഷണം തരാനോ ആര് വന്നാലും മക്കൾ നോക്കുന്ന മാതിരി ആവില്ല. അച്ഛനമ്മമാർ അവരുടെ ജീവിതവും സമ്പത്തും സമയവും ഊർജവും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതുപോലെ നിങ്ങളുടെ സമ്പത്തും ഊർജവും സമയവും ഒരു ഭാഗമെങ്കിലും അച്ഛനമ്മമാരുടെ വാർദ്ധക്യത്തിൽ അവർക്ക് വേണ്ടി മാറ്റിവെക്കണം. എന്താ കാരണം? നിങ്ങൾക്കുമുണ്ട് വാർദ്ധക്യം. ഇപ്പം എത്ര വയസ്സായി കാണും? 18. 10 വയസ്സ് കഴിഞ്ഞാൽ 28, 30 വയസ്സ് കഴിഞ്ഞ് 30 വർഷവും കൂടി കഴിഞ്ഞാൽ 28 + 30 58, ഒരു 10 കൂടി കഴിഞ്ഞാൽ 68. പിന്നെ അങ്ങോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും കട്ടിലിൽ എങ്ങനെയാണോ കിടന്നത് അതേപോലെ ഇന്ന് ഇവിടെ ഇരിക്കുന്നവരെല്ലാം കട്ടിലിൽ കിടക്കും. അല്ല, ഏതെങ്കിലും വണ്ടിക്കടിയിൽ പോയാൽ തീർന്നു. വണ്ടിക്കടിയിൽ പോയില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ വാർദ്ധക്യത്തിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെല്ലാം ചെയ്തോ അതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. എന്താ കാരണം? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറ അതേപോലെ എന്നോട് പെരുമാറും. അപ്പം മനസ്സിൻ്റെ നന്മയ്ക്ക്, ശരീരത്തിൻ്റെ നന്മയ്ക്ക്, കുടുംബത്തിൻ്റെ നന്മയ്ക്ക്. മനസ്സിലായല്ലോ ഇല്ലേ? അപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കണം. സ്കൂളിലേക്ക് വരുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം വാങ്ങിക്കണം. പരീക്ഷയുള്ള ദിവസം അവരെ നമസ്കരിച്ചിട്ട് വരണം. അതേപോലെ തന്നെ അമ്മ ചോറ് വിളമ്പിത്തരണം. സ്കൂളിലേക്ക് വരുമ്പോൾ ഗേറ്റ് വരെ വരാൻ അമ്മയോട് പറയണം. അമ്മ ഗേറ്റ് വരെ വന്ന് നിങ്ങളെ യാത്രയാക്കണം. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എത്ര കാലം അമ്മയ്ക്ക് അപ്രകാരം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ ഒരു തരത്തിലും സാധ്യമല്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ധന്യമായി അമ്മയ്ക്ക് അമ്മയുടെ ധർമ്മം, മാതൃധർമ്മം അനുഷ്ഠിക്കാനുള്ള അവസരം നിങ്ങളുണ്ടാക്കണം. കുറേ കഴിയുമ്പോൾ നിങ്ങൾ പുത്രീധർമ്മം അഥവാ പുത്രധർമ്മം നിങ്ങൾ അനുഷ്ഠിച്ച് അവരോടുള്ള കടപ്പാട് നിങ്ങൾ വിട്ടു. അതേപോലെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാഷ്ട്രം എത്ര ഉജ്ജ്വലമായൊരു രാഷ്ട്രമാണെന്നറിയോ? ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ദിവസവും പേപ്പറിലുള്ളത് കട്ട് ചെയ്യാറുണ്ട്. ഇന്ന് ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഉജ്ജ്വലമായൊരു രാജ്യമാണ്. 2004 അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒരു സർവേ നടത്തി. ഇന്ത്യക്കാരോടല്ല, അവിടത്തുകാരോട് നിങ്ങൾ ഏത് രാജ്യം കാണാനാണ് ഇഷ്ടപ്പെടുന്നത്? ഒരാൾ പോലും ഭാരതത്തിൻ്റെ പേരെഴുതിയില്ല. ഭാരതം 12ാമത്തെ സ്ഥാനത്തായിരുന്നു. 2007 കഴിഞ്ഞ ആഴ്ച ഇംഗ്ലണ്ടിലും അമേരിക്കയിലും സർവേ നടത്തിയപ്പോൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന രാജ്യം ഭാരതമാണ്. 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു ഭാരതം. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന രാജ്യം ഭാരതമാണ്. അതേപോലെ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിച്ചപ്പോൾ
ആഫ്രിക്കയിൽ അല്ലേ, ആഫ്രിക്കയിൽ ക്രിക്കറ്റ് കളിച്ചപ്പോൾ ലാസ്റ്റ് ഇന്ത്യ ജയിച്ച സമയത്ത് ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് കോർപ്പറേഷൻ്റെ മാനേജർ അവിടെ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റ് കോർപ്പറേഷൻ്റെ ക്രിക്കറ്റ് സ്പോർട്സിൻ്റെ മാനേജർ അവിടെ ഉണ്ടായിരുന്നു. കളിച്ചത് ആര് തമ്മിലാണ്? ഇന്ത്യയും. എവിടെയാ കളിച്ചത്? സൗത്ത് ആഫ്രിക്കയിൽ. ഇംഗ്ലണ്ടുകാർക്ക് അവിടെ എന്താ സ്ഥാനം? ഇംഗ്ലണ്ടുകാർക്ക് അവിടെ ഒരു സ്ഥാനമില്ല. പക്ഷെ ആ കളി കണ്ട് ആസ്വദിച്ച് സർവ്വതും മറന്ന് ഇംഗ്ലണ്ടിലെ ക്രിക്കറ്റിൻ്റെ മാനേജർ 50 ലക്ഷം പൗണ്ടാണ് ഈ കളിക്കാർക്ക് സമ്മാനമായിട്ട് വാഗ്ദാനം ചെയ്തത്. 5 മില്യൺ പൗണ്ട്. 5 മില്യൺ പൗണ്ട് ഭാരതീയര് ക്രിക്കറ്റിൽ ജയിച്ചപ്പോൾ 5 മില്യൺ പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 45 കോടി രൂപ 11 പേർക്ക്. അതായത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ചത്, ഇന്ന് ഭാരതത്തിലെ മിട്ടൽ, ലക്ഷ്മി മിത്തൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും അധികം ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയുടെ ഉടമസ്ഥൻ. ഒറ്റ ആൾ, ഇന്ത്യക്കാരനാണ് ഏറ്റവും അധികം ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഫസ്റ്റ് നിൽക്കുന്നത്. 2012 ആവുമ്പോൾ ഇന്ത്യയിൽ എവിടെ നിങ്ങൾക്ക് പോകണമെങ്കിലും, 2012 ആവുമ്പോൾ ഇന്ത്യയിൽ എവിടെ പോകണമെങ്കിലും നിങ്ങളുടെ കാറിനകത്ത് ചെറിയൊരു സാധനം വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്ന് അത് നിങ്ങൾക്ക് നിർദ്ദേശം നൽകും. 7 സാറ്റലൈറ്റ് മുകളിൽ നിന്നുകൊണ്ടാണ് അത് നമ്മളെ ഗൈഡ് ചെയ്യാം. ഇപ്പം അമേരിക്കയിലും ന്യൂയോർക്കിലും എല്ലാ സ്ഥലത്തും അതുണ്ട്. ഇന്ത്യയിൽ വരാൻ പോകുന്നത് അമേരിക്കയേക്കാൾ ഉയർന്ന തലത്തിലായിരിക്കും അത് വരിക. 2012 ഭാരതത്തിൽ എവിടെ പോകണമെങ്കിലും ഡ്രൈവർമാർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന GSP എന്ന സമ്പ്രദായം ഇവിടെ വരികയാണ്. ഇന്ന് നമ്മളുടെ ബ്രഹ്മോസ് മിസൈല് ലോകത്തിൽ ആർക്കും അങ്ങനെ ഒരു മിസൈലില്ല. നമ്മളെപ്പോലെ ആ മിസൈല് അത്യപൂർവമായ മിസൈലാണ്. അതേപോലെ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം ലഭിച്ച അവാർഡ് ഇംഗ്ലണ്ടുകാരുണ്ടാക്കിയ അവാർഡാണ്. കിങ് ചാൾസ് 2 ഗോൾഡ് മെഡലാണ്. ആ മെഡല് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന് കൊടുക്കുന്നതാണ്, ശാസ്ത്രജ്ഞനായ ഭരണാധികാരിക്ക് കൊടുക്കുന്നതാണ്. 1997 സ്ഥാപിച്ച അവാർഡ് ഒരാൾക്കേ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ, ജപ്പാനിലെ അക്കിഹിതോ ചക്രവർത്തിക്ക്, അക്കിഹിതോ എംപററിന്. അതിനുശേഷം അത് രണ്ടാമതായിട്ട് കൊടുക്കുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനാണ്. ഇന്ത്യക്കാർ മാത്രമാണ് ആറ്റം ബോംബ് തക്കാളിക്കൊട്ടയ്ക്കകത്ത് വെച്ച് കൊണ്ടുപോയത്. ലോകത്തിലെ ആരും തക്കാളിക്കൊട്ടയ്ക്കകത്ത് ആറ്റം ബോംബ് വെച്ച് കൊണ്ടുപോയിട്ടില്ല. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് പൊക്രാനിൽ മെയ് മാസം 11 5 ആറ്റം ബോംബ് നമ്മൾ പൊട്ടിച്ചു. അമേരിക്കയുടെ സ്പൈ സാറ്റലൈറ്റ് മുകളിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ആറ്റം ബോംബ് ഗോരഖ്പൂരിൽ നിന്ന് പൊക്രാൻ വരെ 400 കിലോമീറ്റർ കൊണ്ടുപോകണം. എങ്ങനെയാണ് കൊണ്ടുപോവുക? മുകളിൽ നിന്ന് അമേരിക്കൻ സാറ്റലൈറ്റ് കണ്ടാൽ ഒന്നുകിൽ അവരിത് തകർക്കും, അല്ലെങ്കിൽ ആറ്റം ബോംബ് പൊട്ടിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് വലിയൊരു ട്രക്ക് എടുത്ത് അതിൽ നിറച്ചും തക്കാളി, അടിയിൽ 21 ആറ്റം ബോംബ്. മുകളിൽ നിന്ന് നോക്കിയാൽ എന്താ കാണുക? വെറും തക്കാളിക്കൊട്ട. അതിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമും കാക്കോത്കറും രാജാരാമണ്ണയും എല്ലാവരും മിലിറ്ററി ഡ്രസ്സാണ്. അപ്പം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആരെയാ കാണുക? മിലിറ്ററിക്കാരെ. കാരണം ഇവർ ശാസ്ത്രജ്ഞന്മാരാണെന്ന് അറിയില്ല. അപ്പം മിലിറ്ററിക്കാർ തക്കാളി കൊണ്ടുപോകുന്നു. എങ്ങോട്ട്? സാമ്പാർ വയ്ക്കാൻ. അപ്പോൾ ഒരാൾക്കും സംശയം തോന്നിയില്ല. എന്നിട്ട് ആ ആറ്റം ബോംബ് അവിടെ കൊണ്ടുവന്ന് 5 എണ്ണം ലോകത്തിൽ ഒറ്റ കുഴിയിൽ പൊട്ടിച്ച ഒറ്റ രാഷ്ട്രം ഭാരതമാണ്. ഒറ്റ കുഴിയിൽ 5 ആറ്റം ബോംബ് നമ്മൾ 5 ആറ്റം ബോംബ് പൊട്ടിച്ച്
ആ ടെലിഫോൺ വിളിച്ച് പ്രധാനമന്ത്രി റിപ്പോർട്ട് കൊടുത്തത് നമ്മൾ സാധാരണ പറയാറുള്ളത്, നീ ഇനി അത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക പറയാറ് അല്ലേ? അതേമാതിരിയാണ് ഇവിടുന്ന് റിപ്ലൈ 11-ാം തീയതി മെയ് മാസം കൊടുത്തത്. ആറ്റം ബോംബ് പൊട്ടിക്കരുത് എന്നുള്ളതിന് പൊട്ടിക്കില്ല പറഞ്ഞില്ല. നമ്മളെന്ത് പറഞ്ഞു? ഒരു ചെറിയ സൈൻ കൊടുത്തു. 13-ാം തീയതി വീണ്ടും 5 എണ്ണം പൊട്ടിച്ചു. മെയ് 11-ാം തീയതി 5 എണ്ണം, 13-ാം തീയതി 5 എണ്ണം പൊട്ടിച്ചു. അപ്പോൾ അമേരിക്കക്കാർ വീണ്ടും പറഞ്ഞു, ഇനി നിങ്ങൾ പൊട്ടിക്കുകയാണെങ്കിൽ ഇനി ഞങ്ങൾ പൊട്ടിക്കണില്ല. 10 എണ്ണം പൊട്ടിച്ചില്ലേ? 10 ആറ്റം ബോംബ് ഒറ്റ കുഴിയിൽ പൊട്ടിച്ച ലോകത്തിലെ ഒരേ ഒരു രാഷ്ട്രം ഭാരത, വേറെ ആരും. അത് മാത്രമല്ല, ആ ആറ്റം ബോംബ് പൊട്ടിയതിന് ശേഷം 957 ഐറ്റം ഇന്ത്യക്ക് നൽകില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. 957 ഐറ്റങ്ങൾ ഇന്ത്യക്ക് നൽകില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. അപ്പം ഇന്ത്യ എന്താ ചെയ്തത്? ആ 957 ഐറ്റവും ഇന്ത്യയിൽ തന്നെത്താനെ നമ്മൾ ഉണ്ടാക്കി. എന്നിട്ട് അമേരിക്കക്കാരോട് വിളിച്ചറിയിച്ചു, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തരാമെന്ന്. അതുകൊണ്ട് അടുത്ത മാസം നമ്മൾ ഇവിടെ നിന്ന് വിക്ഷേപിക്കാൻ പോകുന്ന, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം വിക്ഷേപിച്ച GSLV-യിൽ ജർമ്മനി, ഫ്രാൻസ്, അൾജീരിയ, അതുപോലെ തന്നെ ഡെൻമാർക്ക് 4 രാജ്യത്തിലെ സാറ്റലൈറ്റ് നമ്മളാ വിക്ഷേപിച്ചത്. നമ്മുടെ സാറ്റലൈറ്റ് കൂടാതെ അവരുടെ സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപിച്ചു. ഇപ്പം ലോകത്തിൽ സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ സാധിക്കുന്ന 6ാമത്തെ ശക്തിയായിട്ട് ഉയരുകയും അവരുടെ സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപിക്കുകയും ചെയ്യുന്ന നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലേക്ക് മിനിഞ്ഞാന്ന് 48 മണിക്കൂർ മുമ്പുള്ള ടൈംസ് ഓഫ് ഇന്ത്യ മാഗസീൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു കാഴ്ച കാണാം. ന്യൂയോർക്കിൽ ഒരു ഇന്ത്യക്കാരൻ ചെന്ന് അവരുടെ സാമ്പത്തിക അവസ്ഥ വിശകലനം ചെയ്ത്, അദ്ദേഹം മുഖർജി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, എൻ്റെ പേര് മുഖർജി, ഐ ആം ഫ്രം ഇന്ത്യ എന്ന് അമേരിക്കക്കാരോട് പരിചയപ്പെടുത്തിയപ്പോൾ അമേരിക്കക്കാരെല്ലാം വന്ന് ഷെയ്ക്ക് ഹാൻഡ് നൽകിയിട്ട് പറഞ്ഞത്, യു ആർ ദ ലക്കിയസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ് ബിക്കോസ് യു ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ഇന്ത്യ. അത് നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ലേഖനം അതേപോലെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഭാരതം എന്ന രാഷ്ട്രം അസാധാരണമായി വളർന്നിരിക്കുന്നു. ഇന്ന് ഭാരതത്തിലേക്ക് വരാൻ എല്ലാവരും തയ്യാറാണ്. ചൈനയിൽ നിന്ന് വന്ന 47,000 വിദ്യാർത്ഥികൾ ഇന്ന് ഇന്ത്യയിൽ പഠിക്കുന്നുണ്ട്. ചൈനയിൽ നിന്ന് 47,000 വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ പഠിക്കുന്നുണ്ട്. 3 കൊല്ലം മുമ്പ് ഒരു ചൈനീസ് വിദ്യാർത്ഥി പോലും ഇവിടെ പഠിക്കാനുണ്ടായിരുന്നില്ല. ഇപ്പം 47,000 പേർ. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ മാത്രം 3,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ചൈനയിൽ നിന്ന് വന്നത്. മാത്രമല്ല, നമ്മളുടെ വളർച്ച അസാധാരണമാം വിധം മാറിക്കൊണ്ടിരിക്കുന്നു. എൻജിനീയറിംഗ് ഫീൽഡിൽ ഏത് ഫീൽഡ് എടുത്താലും ഭാരതം അത്യുജ്വലമായ ഒരു രാഷ്ട്രമാണ്. അതൊരു വശത്ത്. മറ്റൊരു വശത്ത് നമ്മുടെ യോഗ, ആയുർവേദം, നമ്മുടെ സംഗീതം, നമ്മുടെ വേദിക് മാത്തമാറ്റിക്സ്, നമ്മുടെ സംസ്കൃത ഭാഷ, നമ്മുടെ നൃത്യങ്ങൾ, നമ്മുടെ ഭക്ഷ്യവിഭവങ്ങൾ, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ കുടുംബ ജീവിതം, ഇതെല്ലാം അമേരിക്കയും ഇംഗ്ലണ്ടും കാനഡയും അവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ മാസം 6-ാം തീയതിയാണ് ഒരു യാത്ര കഴിഞ്ഞ് അമേരിക്കയിലും കാനഡയിലുമൊക്കെ യാത്ര കഴിഞ്ഞ് ഞാൻ വന്നത്. 2 മാസം. എന്തൊരു മാറ്റം അവിടെ ഉണ്ടായിരുന്നത്. പണ്ട് മിഷിഗൺ യൂണിവേഴ്സിറ്റിയിൽ അവിടെ കുറേ കാലം ഞാൻ വർക്ക് ചെയ്തു. കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ വർക്ക് ചെയ്തു. അന്ന് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പുച്ഛമാണ്. ഇന്ന് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് അസാധാരണമായ ബഹുമാനമാണ്. ഇന്ന് ലോക ജനത ഭാരതത്തെ അറിവുകൾ ലോക ജനത 2 കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ അനുജന്മാരും അനുജത്തിമാരും ചിന്തിക്കണം. ഇനി ഒരു 10 ജന്മമുണ്ടെങ്കിൽ ആ 10 ജന്മവും
പരമപവിത്രമായ ഭാരതത്തിൻ്റെ മക്കളായി ജനിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ലെഫ്റ്റിസ്റ്റോ റൈറ്റിസ്റ്റോ മിഡിൽ ഈസ്റ്റോ ആരുമാവട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ഭാരതത്തിൻ്റെ മക്കളാണ്. ആ ഭാരതത്തിൻ്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ നമുക്ക് ഈ ഭാരതത്തിൻ്റെ വളർച്ച ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്താണ് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രത്തിൻ്റെ വളർച്ച, പൂർവകാല വൈഭവം, നമ്മുടെ 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ മക്കളാണ് നമ്മൾ. അതേപോലെ ഇന്ന് ലോക ജനത 2 കൈയും നീട്ടി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ മക്കളാണ് നമ്മൾ. 2018 ആവുമ്പോൾ 10 വർഷം കൂടി കഴിയുമ്പോൾ ജപ്പാനേക്കാൾ ഉയർന്ന ലെവലിലായിരിക്കും ഭാരതം. ഇംഗ്ലണ്ടിനെ ഭാരതം 2016 ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. 2028 ആവുമ്പോൾ ഭാരതം അമേരിക്കയെ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. 2040 ആവുമ്പോൾ ഭാരതം ലോകശക്തികളുടെ മുഴുവനും നേതൃസ്ഥാനത്ത് വരുമെന്ന് തെളിയിച്ചത് ഭാരതീയരല്ല, അമേരിക്കക്കാരാണ്. അമേരിക്കക്കാരാണ് തെളിയിച്ചത് ഭാരതം അത്രയും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുമെന്ന്. അപ്പോൾ നിങ്ങളെല്ലാം നല്ല രീതിയിൽ കർമ്മമണ്ഡലത്തിൽ എത്തുമ്പോഴായിരിക്കും 2040 എന്ന് പറയുമ്പോൾ അടുത്താണ്, വളരെ ദൂരെയൊന്നുമില്ല. 30 വർഷം കൂടി കഴിയുമ്പോൾ നിങ്ങളെല്ലാം ഏതാണ്ട് 48 എൻ്റെ വയസ്സാവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. നമ്മളുടെ എല്ലാവരുടെയും പവിത്ര ഭൂമി എന്ന് പറയുന്നത് ഈ ജന്മഭൂമി തന്നെയാണ്, ഈ മാതൃഭൂമി തന്നെയാണ്, ഈ പുണ്യഭൂമി തന്നെയാണ്, ഈ ജ്ഞാനഭൂമി തന്നെയാണ്. ഈ ഭാരതത്തിൻ്റെ പൂർവകാല വൈഭവം, ഭാരതത്തിൻ്റെ വർത്തമാനകാല വൈഭവം, ഭാരതത്തിൻ്റെ ഭാവി കാല വൈഭവം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കണം. നന്മ നിറഞ്ഞ വിദ്യാർത്ഥികളായി വളർന്ന് ഉയർന്ന് മുമ്പോട്ട് പോവുകയും എന്നും ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് തോന്നണം, ഇതുപോലൊരു മക്കളെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യമാണെന്ന്. നിങ്ങൾക്ക് തോന്നണം, ഇതുപോലൊരു മാതാപിതാക്കളെ കിട്ടിയത് ഞങ്ങളുടെ പുണ്യമാണ് എന്ന്. ഈ രാഷ്ട്രത്തിന് തോന്നണം, ഇതുപോലൊരു മക്കളെ കിട്ടിയത് ഈ രാഷ്ട്രത്തിൻ്റെ പുണ്യമാണ്. നിങ്ങൾക്ക് ഈ രാഷ്ട്രത്തിനെ കുറിച്ച് തോന്നണം, ഭാരതത്തിൻ്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് പുണ്യമാണ് എന്ന്. ഒരു വർഷം കുറഞ്ഞത് 4 പ്രാവശ്യമെങ്കിലും ഞാൻ വിദേശത്തിലേക്ക് പോവാറുണ്ട്. അവിടെ എല്ലാം പോകുമ്പോഴും എനിക്കറിയാം ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇവിടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ പാവപ്പെട്ടവരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, റോഡിൽ നിറച്ച് വാഹനങ്ങളാണ്, കള്ളന്മാരുണ്ട്, സ്ലം ഏരിയ ഉണ്ട്. എങ്കിലും ഈ ഭാരതത്തെ പോലെ ഒരു രാജ്യം മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. തമാശന് ഞാൻ പറയാറുണ്ട്, 1 രൂപയ്ക്ക് ദോശ കിട്ടുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഇതാണ്. 1 രൂപയ്ക്ക് ദോശ കിട്ടുന്ന ഒരു രാജ്യം ഇതാണ്. അമേരിക്കയിൽ $2.50 ഒരു ചായക്ക്, 110 രൂപ. ഒരു മസാല ദോശയ്ക്ക് $7. $7 280 രൂപ. ഇവിടെ എത്ര വ്യത്യാസമുണ്ടെന്ന് നോക്കുക. യഥാർത്ഥത്തിൽ അവിടെ എത്ര ശമ്പളം ഉണ്ടെങ്കിലും ഇവിടത്തെ പോലെ സുഖമായിട്ട് ജീവിക്കാൻ മറ്റൊരു രാജ്യവും ഇല്ല എന്ന് എല്ലാ വർഷത്തെയും എല്ലാ യാത്രയിലെയും അനുഭവം കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ ഹ്യൂസ്റ്റണിലും അതുപോലെ തന്നെ ന്യൂയോർക്കിലെയും യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് എടുത്തപ്പോഴും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അറിയാനുള്ളതൊക്കെ ഇന്ത്യയെക്കുറിച്ചാണ്. അവർക്ക് വേറെ ഒന്നും അറിയണ്ട. എൻ്റെ സബ്ജക്റ്റ് ബയോ കെമിസ്ട്രിയാണ്. അവർക്ക് ബയോ കെമിസ്ട്രിയെക്കുറിച്ച് ഒരു ചോദ്യവും ഇല്ല. അവർക്കറിയാനുള്ളത് ഭാരതത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളൊരു രാജ്യത്തിൽ ജീവിക്കുന്ന നിങ്ങൾ നമ്മുടെ പഴയ നന്മകളും പുതിയ നന്മകളും ഓൾഡ് ആൻഡ് മോഡേൺ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സ്പിരിച്വാലിറ്റിയും
സയൻസും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ചെവിയും കണ്ണും നാക്കും മനസ്സും നന്നായിട്ട് ഉപയോഗിക്കണം. ആഹാരവും ആചാരവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം, കുടുംബത്തിനകത്തെ നന്മകൾ എന്നും ഉണ്ടാകണം. ഈ രാഷ്ട്രത്തിൻ്റെ നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് ജീവിതം സംതൃപ്തമാകുന്നത്, ഭംഗിയുള്ളതാകുന്നത്, ഉറപ്പുള്ളതാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം ശ്രദ്ധയോടുകൂടിയിരുന്ന എൻ്റെ എല്ലാ അനുജന്മാർക്കും അനുജത്തിമാർക്കും നിങ്ങൾക്കേവർക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി എൻ്റെ പ്രണാമം, നമസ്കാരം. ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കുമുള്ള ഒരു വലിയ പ്രശ്നമാണ് ദേഷ്യം വരുന്നു എല്ലാവർക്കും. അത് മാറ്റാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ലോകത്തിൽ ആര് വിചാരിച്ചാലും ഈ വഴിയിലൂടെ അല്ലാതെ ദേഷ്യം മാറ്റാൻ സാധ്യമല്ല. രണ്ട് ഇംഗ്ലീഷ് വാക്ക് ഓർക്കുക, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. ഈ രണ്ട് വാക്കുകളെ ദേഷ്യം മാറ്റാനുള്ളൂ. അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. അതായത് ദേഷ്യം വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക, ഞാൻ ദേഷ്യപ്പെടാൻ പോകുന്നു, താഴാൻ പറയുക, ശാന്തമാക്കാൻ പറയുക. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ്, ദേഷ്യം വരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു മൂളിപ്പാട്ട് പാടാൻ ശ്രമിക്കുക. ഒരു പാട്ട് പാടാൻ ശ്രമിക്കുക, ഉറക്കെ അല്ല, ഒരു പാട്ട് പാടാൻ ശ്രമിക്കുക. 3, ദേഷ്യം വരും എന്നുറപ്പാണെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ശാന്തമായിട്ട് മാറി നിൽക്കുക. അവിടെ നിന്ന് മാറി ദേഷ്യമില്ലാതെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോവാം. ഈ 3 എണ്ണത്തിന് പറയുന്ന പേരാണ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. അറിഞ്ഞുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക, അറിഞ്ഞുകൊണ്ട് മനസ്സിനെ മറ്റൊന്നിലേക്ക് മാറ്റുക, അറിഞ്ഞുകൊണ്ട് ശാന്തമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുക. ഇത് മാത്രമേ ദേഷ്യത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ ഞാൻ ചിലരോട് പറയാറുണ്ട്, എൻ്റെ അച്ഛൻ ദേഷ്യപ്പെടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോൾ എൻ്റെ അച്ഛൻ ചിരിക്കും. ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ വല്ലതും നിന്നോട് ഈ സമയത്ത് പറഞ്ഞാൽ അതെനിക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് മകനെ ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ മനസ്സ് മറ്റൊന്നിലേക്ക് കൊണ്ടുപോവുകയോ പാട്ടുപാടുകയോ ചിരിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറുകയോ ചെയ്യുക. ദേഷ്യം മാറ്റാൻ അതൊരു വഴിയേ ഉള്ളൂ. നമ്മളെക്കുറിച്ച് ആരെങ്കിലും ചീത്ത പറയുകയോ മോശമായിട്ട് പറയുകയോ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ദുഃഖമുണ്ടാവുകയോ നമുക്ക് വേദനിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെ ചീത്ത പറയുന്നു, നമുക്ക് വേദന ഉണ്ടാകുന്നു, നമുക്ക് ദുഃഖമുണ്ടാകുന്നു, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യം എല്ലാവരും മാനേജ്മെൻറ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഒരു ഉത്തരേ അതിനുള്ളൂ. നിങ്ങളുടെ മനസ്സിനെ നേരെ മോഹൻലാലിലേക്കോ മമ്മൂട്ടിയിലേക്കോ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന കളിയിലേക്കോ കൊണ്ടുപോവുക. മനസ്സിനെ മാറ്റാൻ സാധിക്കുമ്പോൾ മാത്രമേ ചിന്തയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ പലരോടും പറയാറുണ്ട്, ഉദാഹരണമായിട്ട് ഭയങ്കര ദുഃഖം തോന്നുന്നു, ഹിസ് ഹൈനസ് അബ്ദുള്ള സിനിമയുണ്ട്, സിനിമയിലേക്ക് കൊണ്ടുപോകാം, ദേവാസുരം, കമ്മീഷണർ, ഏതെങ്കിലും സിനിമയിലേക്ക് ഏതെങ്കിലും കളിയിലേക്ക് ഏതെങ്കിലും സംഭവത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ സാധിച്ചാൽ ആ വേദന ഓട്ടോമാറ്റിക്കലി ഇല്ലാതെയാവും. അത് ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ ഏത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നാലും ആ ഒരു വഴിയേ അവർ പറഞ്ഞു തരുള്ളൂ, വേറെ ഒന്നും പറഞ്ഞു തരാനില്ല. ക്ലാസ്സിൽ ശ്രദ്ധിക്കണമെന്നുണ്ട്, സാധിക്കുന്നില്ല. നിങ്ങൾക്ക് എന്ന് മാത്രമല്ല, ലോകത്തിലെ ആർക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് 3 മിനിറ്റ് മാത്രമാണ്. 3 മിനിറ്റേ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 14 മിനിറ്റ് സമയം നിങ്ങളുടെ വലത്തെ കണ്ണ് പ്രവർത്തിക്കുന്നു,
അത് കഴിഞ്ഞ് ഇടത്തെ കണ്ണ് പ്രവർത്തിക്കും. 14 മിനിറ്റ് വലത്തെ കണ്ണ്, പിന്നെ ഇടത്തെ കണ്ണ്, പിന്നെ വലത്തെ കണ്ണ്, ഇങ്ങനെ മാറി മാറിയാം. അപ്പം ലിഷർലി ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് 14 മിനിറ്റാണ്. ആ 14 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ചിന്ത പല സ്ഥലത്തേക്കും പോയിരിക്കും. അത് നിങ്ങളുടെ മാത്രം കാര്യമല്ല, ലോകത്തിലുള്ള എല്ലാവരുടെയും സ്ഥിതി അതുതന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ സാധിക്കുന്നത്, ഞാൻ ചെയ്യാറുള്ളത് പേപ്പർ എടുത്ത് വെച്ച് ടീച്ചർ പറയുന്ന പോയിന്റുകൾ സ്ക്രിബിൾ ചെയ്തുകൊണ്ട് പോവാം. സ്ക്രിബിൾ എന്ന് വെച്ചാൽ മനസ്സിലായി? എഴുതിയെടുത്തോണ്ടല്ല, എഴുതിയെടുക്കാൻ സമയം കൂടുതൽ വേണം. ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യാം. ഇപ്പോൾ ടീച്ചർ പറയുന്നു ക്ലോറിൻ ഈസ് എൻ യെല്ലോയിഷ് ഗ്രീൻ ഗ്യാസ്, യെല്ലോയിഷ് ഗ്രീൻ. ഇറ്റ്സ് ആറ്റമിക് നമ്പർ ഈസ് സോ ആൻഡ് സോ, ആറ്റമിക് നമ്പർ എഴുതിയെടുത്തു. ആറ്റമിക് വെയിറ്റ് ഈസ് സോ ആൻഡ് സോ, അത് എഴുതിയെടുത്തു. ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ടു ഫോം ഹൈഡ്രജൻ ക്ലോറൈഡ്, HCl. അപ്പോൾ പോയിന്റ് മാത്രം എഴുതി വെച്ചു. കാരണം നിങ്ങളുടെ ബ്രെയിൻ ടീച്ചറിൻ്റെ വരിയിലൂടെ പോവാണ്. നിങ്ങളെന്നും ഓർമ്മിക്കുക, 10 പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് 1 പ്രാവശ്യം എഴുതുന്നത്. 10 പ്രാവശ്യം എഴുതുന്നതിന് തുല്യമാണ് 1 പ്രാവശ്യം കേൾക്കുന്നത്. 10 പ്രാവശ്യം വായിക്കുന്നതിന് തുല്യം 1 പ്രാവശ്യം എഴുതുക. 10 പ്രാവശ്യം എഴുതുന്നതിന് തുല്യമാണ് 1 പ്രാവശ്യം കേൾക്കുന്നത്. അതുകൊണ്ട് കേൾക്കലും എഴുതലും ഒരുമിച്ചാക്കിയാൽ ചെറിയ ചെറിയ പോയിന്റ് പെട്ടെന്ന് മനസ്സിലാവും. മാത്രമല്ല, ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയ കാര്യം വെറുതെ ഒന്ന് വായിക്കുക. 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്. അന്ന് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ അമ്മ കയ്യിൽ ചായയോ കാപ്പിയോ തരുമ്പോൾ ആ ചായയും കാപ്പിയും കയ്യിൽ വെച്ച് ഈ എഴുതിയത് ഒന്നുകൂടി വായിക്കുക. നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് തറോ ആയിരിക്കും മക്കളെ, ഉറപ്പാണ്, ഒരു സംശയമില്ല. ആ ആഹ്ലാദം മതി അടുത്ത ദിവസം നിങ്ങൾക്ക് ക്ലാസ്സിൽ എളുപ്പത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന വികാരമാണ്. ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന വികാരമാണ് നിങ്ങളെ ശ്രദ്ധിപ്പിക്കാതെയാക്കുന്നത്. ശ്രദ്ധിക്കാൻ പറ്റുമെന്നും നോട്ട് ചെയ്യാൻ പറ്റുമെന്നും വായിച്ചാൽ ഓർമ്മിക്കാൻ പറ്റുമെന്നും നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തിയാൽ അടുത്ത നിമിഷം മുതൽക്ക് നിങ്ങളുടെ മനസ്സ് അത്രയും നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രവർത്തിക്കും. മനസ്സിലായി? വെരി ഗുഡ്. സ്കൂളിലും വീട്ടിലും ഒറ്റപ്പെടുന്നതായിട്ട് തോന്നുന്നു. ഇത് ധാരാളം പേർക്കുണ്ട്. യഥാർത്ഥത്തിൽ ധാരാളം പേർക്കുണ്ട്. ഈ അമേരിക്കയിൽ ഒരു രോഗം മാതിരിയായി തീർന്നിരിക്കുന്നു ഇത്. ആ രോഗത്തിൻ്റെ പേരെന്താ? ഇപ്പം എല്ലാവരോടും വെറുപ്പ്, ഒറ്റപ്പെടുന്നതായിട്ട് തോന്നുന്നു. ഇതിന് ആസച്ച് കാരണം മൊത്തം അന്വേഷിക്കാൻ റിഗ്രസീവ് ഹിപ്നോട്ടിസം ആവശ്യമാണ്. പക്ഷെ അത് വളരെ ഒരു രോഗത്തിൻ്റെ ലെവലിലെത്തിയാൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുമ്പോൾ എന്നും ഓർമ്മിക്കുക, 2 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാവണം. നമുക്ക് 2 ഏറ്റവും അടുത്ത കൂട്ടുകാരുണ്ടാവണം. 80% കാര്യങ്ങൾ ആ കൂട്ടുകാരോട് നമ്മൾ പറഞ്ഞിരിക്കണം. 20% പറയരുത്. 20% പറയരുത്. കാരണം 100% നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്താൽ എന്നെങ്കിലും അയാൾ നമ്മളുമായിട്ട് തെറ്റിയാൽ ആ ഷോക്ക് മതി, നമ്മൾ മൊത്തം അബ്നോർമലാവും. അപ്പം അതുകൊണ്ട് എന്നും പറയുന്നത് 1-2 നല്ല കൂട്ടുകാർ നമുക്കുണ്ടാവുകയും ചിലപ്പോൾ അവരും നമ്മളുമായിട്ട് വഴക്കിടുമെന്ന് ഓർമ്മിക്കുകയും അവരുമായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കുകയും, പെൺകുട്ടികൾ അമ്മയുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, ആൺകുട്ടികൾ അച്ഛനുമായിട്ട് ഡിസ്കസ് ചെയ്യാം. പണ്ട് ഇങ്ങനൊരു ഐസൊലേഷൻ ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? എല്ലാ ദിവസവും വൈകുന്നേരം പെൺകുട്ടികൾ വീട്ടിൽ ചെന്ന് പഠിച്ച് വൈകുന്നേരം കുളിച്ച് അമ്മയുടെ മുമ്പിൽ വന്നിരിക്കും. എന്തിനറിയോ? അമ്മ തലമുടി ചീവിക്കൊടക്കും. അപ്പോൾ അമ്മയോട് പുറകോട്ട് കാണാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അമ്മ ഇങ്ങനെ തലമുടി ചീവിക്കൊടക്കുമ്പോൾ അമ്മ മക്കളോട്, അപ്പോൾ പേടിക്കേണ്ട, മുഖം നോക്കി പറയാനാ ചിലത് വിഷമം. അമ്മ പുറകിലായതുകൊണ്ട്
അമ്മയോട് തുറന്ന് പറയാനുള്ള സാവകാശമുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മയോട് പറയും. ഇത് കറക്റ്റീവ് മെഷറാണത്.